ശ്രീചിത്രൻ ഇപ്പോൾ പറയുന്ന പോലെ സുരക്ഷിതത്വത്തെക്കുറിച്ചാണ് നമ്മൾ വാചാലരാകുക ഈ വലിയ ദുരന്തങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ. ചട്ടങ്ങളെക്കുറിച്ച് പറയും, അതിൻ്റെ സംവിധാനങ്ങളെക്കുറിച്ച് പറയും, ഏജൻസിയെക്കുറിച്ച് പറയും. ഇപ്പോൾ ശ്രീ സുനിൽകുമാർ 2016 അനുഭവത്തിൽ നിന്ന് എടുത്തിട്ടുള്ള വലിയ തിരുത്തലിനെക്കുറിച്ച് പറഞ്ഞു. അത് മികവുറ്റത് തന്നെയാണ്. എന്നിട്ട് പോലും ഇത് അപകടരഹിതമായ ഒരു ഏർപ്പാടാക്കി മാറ്റാനേ കഴിയില്ല. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ സുരക്ഷിതമായ വെടിക്കെട്ട് എന്നൊരു സങ്കല്പം സാധ്യമാണോ ശ്രീചിത്രൻ? ഇത് വളരെ വ്യക്തമാണ്. എനിക്ക് മുമ്പ് സംസാരിച്ച പ്രതിനിധി പറഞ്ഞല്ലോ, ഈ നല്ല കാര്യങ്ങൾ സ്വീകരിച്ച് ചീത്ത കാര്യങ്ങൾ തിരസ്കരിക്കണമെന്ന്. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ വെടിക്കെട്ടിലെ ഏറ്റവും ചീത്തയായ കാര്യം വെടിമരുന്ന്. അതുകൊണ്ട് വെടിമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പെട്രോയുടെ നിയമങ്ങളാകട്ടെ, എന്ത് തരം നിയമാവലികൾ പാലിച്ചോട്ടെ, നിരോധിത വസ്തുക്കളും നിരോധിതമല്ലാത്ത വസ്തുക്കളും എന്ന് വേർതിരിച്ചോട്ടെ, എങ്ങനെ വേർതിരിച്ചാലും വെടിമരുന്ന് വെച്ചുകൊണ്ട് സ്ഫോടന ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് വെടിക്കെട്ട് നടത്തി സന്തോഷിക്കാം എന്ന് തീരുമാനിച്ചാൽ അപകട സാധ്യത അതിനോടൊപ്പം ഉണ്ട്. എനിക്ക് അതോടൊപ്പം തന്നെ ശ്രീ സുനിൽകുമാറിനോട് ആദരപൂർവ്വം ഒന്ന് രണ്ട് കാര്യങ്ങളിൽ വിയോജിക്കാനില്ല. ഞാനും ഒരു പൂരപ്രേമിയാണ്, പക്ഷെ ഞാനൊരു ആനപ്രേമിയോ വെടിക്കെട്ട് പ്രേമിയോ അല്ല. അതല്ലാതിരിക്കുന്നതിന്റെ കാരണം അടിസ്ഥാനപരമായി മനുഷ്യർക്ക് അപകടമുണ്ടാക്കുന്ന രീതിയിൽ ഒരു ആഘോഷം നടത്തിക്കൂടാ എന്നത് ഒരു ആധുനിക മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മുടെ ബോധ്യമാവേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ്. ഇപ്പൊ ഈ വെടിക്കെട്ടിന്റെ കാര്യത്തിൽ ഈ നിയമങ്ങളുടെ ഒക്കെ കാര്യം പറഞ്ഞല്ലോ. ഈ നിയമങ്ങൾ ഇപ്പൊ കുറച്ചു മുമ്പ് ചൂണ്ടിക്കാണിച്ചത് പോലെ ഇതെല്ലാം ഉള്ള ഒരു നാട്ടിലാണല്ലോ ഇപ്പൊ ഇത് സംഭവിച്ചത്. ആ വീഡിയോകൾ കണ്ടാൽ വ്യക്തമാണ്, ഒരു തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളോടും കൂടിയല്ല ഇതിന്റെ നിർമ്മാണം നടക്കുന്നത്. തീപിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ സംരക്ഷണം നൽകുന്ന ഡ്രസ് കോഡ് പോലും ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഈ പടക്ക നിർമ്മാണശാലകളിൽ ഇല്ല. സാരിയൊക്കെ ഉടുത്തും ഒക്കെ ഇരിക്കുന്ന പാവപ്പെട്ട തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകൾ, അവിടെ ഇരിക്കുന്ന വളരെ അമച്ചറിച്ചായിട്ടുള്ള അവരുടെ ഇരിപ്പ്, അവരെങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് എന്നതിന്റെ വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് വ്യക്തമാവും. അതോടൊപ്പം അവിടേക്ക് ആർക്ക് വേണമെങ്കിലും കയറി ചെല്ലാവുന്ന ഒരു പശ്ചാത്തലം. എത്ര റീലുകളും എത്ര യൂട്യൂബുകാരുമാണ് അവിടെ പോയിട്ട് ചാനൽ ഇട്ടിരിക്കുന്നത്. ഈ സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ആർക്ക് വേണമെങ്കിലും കയറി ഇറങ്ങി നടക്കാവുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നടക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയത്, ആകെ ഇപ്പൊ അപകടമുണ്ടായ സ്ഥലത്തുണ്ടായ ഏക ഒരു കാര്യം, കുറച്ച് പാടത്തിന് നടുക്കുള്ള അത്ര കണ്ട് പെട്ടെന്ന് പ്രശ്നം ഇല്ലാത്ത വിധത്തിലുള്ള ഒരു ദൂരത്തിൽ മാത്രം വീടുള്ള ഒരു സ്ഥലമായിരുന്നു എന്നതൊഴിച്ചാൽ മറ്റ് യാതൊരു തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും നമ്മുടെ നാട്ടിൽ പാലിക്കപ്പെടുന്നില്ല. ഇനി സുരക്ഷാ മാനദണ്ഡം എന്തുണ്ടായിട്ടത് പ്രയോജനം? വെടിമരുന്ന് വെച്ച് ആണ് സന്തോഷിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ സത്യത്തിൽ ആചാരവുമില്ല. ഈ ആചാരം രണ്ട് ഘടകങ്ങളാണല്ലോ പറയുന്നത്. ഇപ്പൊ ധ്വജാദി പടഹാദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉത്സവങ്ങളെ വേർതിരിച്ച് ആചാരങ്ങളെ കുറിച്ചുള്ള കൃത്യമായ നിയമങ്ങളുണ്ട്. ഇപ്പൊ ദേവസ്വം ബോർഡ് പ്രതിനിധികളുടെ ഒറ്റ വാക്കിൽ ആചാരം എന്ന് പറഞ്ഞാൽ അതോടുകൂടി അത് നമുക്ക് സ്ഥിരം അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ അതിനോട് ആർക്കും തർക്കിക്കാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ചൈനക്കാർ കണ്ടുപിടിച്ച ഒരു സാധനമാണ് ഈ വെടിമരുന്ന്. ഈ ചൈനക്കാർ വെടിമരുന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ആ വെടിമരുന്ന് കൊണ്ട് ആഘോഷിച്ചാലേ ആചാരമാകൂ എന്ന നിയമം ഉണ്ടാക്കുന്നതാകട്ടെ, ആനപ്പുറത്ത് കയറ്റിയാണ് ദേവനെ എഴുന്നള്ളിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച ആചാരമാകട്ടെ, ഇതെല്ലാം തന്നെ ചരിത്രപരമായി ഒരു പ്രത്യേക കാലഘട്ടത്തിൽ രൂപപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ ആചാരപരമായും അതിന് ന്യായങ്ങളില്ല. അതോടൊപ്പം തന്നെ ഇനി എന്ത് തരം ന്യായങ്ങൾ ഉണ്ടെങ്കിലും ഒരു വലിയ ആൾക്കൂട്ടത്തിന് നടുവിൽ അപകട സാധ്യത നിലനിർത്തിക്കൊണ്ട് നമുക്ക് ആഘോഷിക്കാം എന്ന നിലപാട് തന്നെ വിമർശന വിധേയമാകേണ്ടതാണ്. അതുകൊണ്ട് കരിയും വേണ്ട കരിമരുന്നും വേണ്ട എന്ന നാരായണ ഗുരുവിന്റെ വാക്യം യഥാർത്ഥത്തിൽ കേവലമായ ഒരു വാചകമായി നമുക്ക് അവിടെ ഇവിടെയും എഴുതി തീർക്കാനുള്ള ഒരു കാര്യമല്ല, മറിച്ച് അത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ആന എന്ന് പറയുന്ന ഭൂമുഖത്തെ ഏറ്റവും വലിയ ജീവി, വിയർപ്പ് ഗ്രന്ഥികളില്ലാത്ത ജീവിയെ ഇത്ര കണ്ട് കൊടുംചൂട് ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഉഷ്ണമേഖലയായിട്ട് പ്രഖ്യാപിക്കുകയും ഈ ദിവസങ്ങൾ ചൂടുകൂടിയതായിട്ട് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യാണ് ഗവൺമെന്റ്. അത്തരം ഒരു സമയത്താണ് നമ്മൾ തൃശ്ശൂർ പൂരം നടത്തുന്നത്. ഈ ഒരു സമയത്ത് അത്തരം ഒരു ജീവിയെ കൊണ്ടുവന്ന ഒരു ആൾക്കൂട്ടത്തിന് നടുവിൽ നിർത്തുന്നു. അത് ആചാരത്തിന്റെ ഭാഗമാണ്, തൃശ്ശൂർക്കാരുടെ സന്തോഷത്തിന്റെ ഭാഗമാണ് എന്ന് വാദിക്കുന്നു. മറുഭാഗത്ത് വെടിമരുന്ന് കൊണ്ട് നമ്മൾ സന്തോഷിക്കുന്നു എന്ന് പറയുന്നത് ഇങ്ങനെ അല്ലാതെ സന്തോഷിക്കാൻ കഴിയും. ഞാൻ ഒരു ആഘോഷങ്ങൾക്കും എതിരല്ല. ലോകത്തെമ്പാടും ഇപ്പൊ ലോകത്തിലെ വളരെ അപൂർവം കുറച്ച് രാജ്യങ്ങൾ മാത്രമാണ് വെടിമരുന്നുകൊണ്ട് എന്തെങ്കിലും ഒരു സ്ഫോടനം നടത്തി സന്തോഷിക്കുന്ന മനുഷ്യരുള്ളത്. ബാക്കി ലോകത്തെമ്പാടും തന്നെയുള്ള വലിയ ആഘോഷങ്ങൾക്ക് ആധുനിക സജ്ജീകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഇലക്ട്രോണിക് സജ്ജീകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിമനോഹരമായ പ്രദർശനങ്ങൾ, അതിമനോഹരമായ ഷോകൾ നടക്കുന്നുണ്ട്. അതിലേക്കൊക്കെ നമ്മുടെ ചിന്ത തിരുത്തപ്പെടാനുള്ള കാലം എന്നോ കഴിഞ്ഞു. അപ്പോഴും ഇവിടെ അതിന്റെ രണ്ട് തരത്തിലുള്ള വാദങ്ങളാണ് ഉന്നയിക്കപ്പെടുക. ഒന്ന് ആചാരം, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. രണ്ട് ഇതിനകത്തെ തൊഴിലാളികൾ എന്ന വാദം. യഥാർത്ഥത്തിൽ ഒരു 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 പ്രശ്നം നമ്മുടെ മുന്നിലുണ്ട്. ആ പ്രശ്നം യഥാർത്ഥത്തിൽ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ അപകടം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള നിലയ്ക്ക് ആഘോഷം വേണോ എന്നതാണ്. അത് ഒരിക്കലും തൊഴിലാളികൾ എന്ന എതിർവാദം കൊണ്ട് കൗണ്ടർ ചെയ്യാവുന്ന ഒന്നല്ല. പിന്നെ മൂന്നാമത്തെ വാദം ഈ പറയുന്ന തൃശ്ശൂർക്കാർ മുൻപ് മുതലേ ഇതാണ് വെടിക്കെട്ടിലാണ് സന്തോഷം കണ്ടെത്തുന്നത് എന്ന വാദമാണ്.
നമ്മുടെ നാട്ടില് ചരിത്രപരമായി പലതിലും സന്തോഷിച്ചിരുന്ന മനുഷ്യരുണ്ടായിരുന്നു. നമ്മൾ ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് എനിക്കറിയാം മൃഗബലിയിൽ, മനുഷ്യബലിയിൽ സന്തോഷിച്ച ഇന്ത്യൻ സമൂഹങ്ങളെ കുറിച്ച് കൃത്യമായ രേഖകൾ ഞാൻ പറയാം. നമുക്കിത് നടത്താൻ പറ്റുമോ? നടത്താൻ നമ്മൾ ആരെങ്കിലും അനുകൂലിക്കുമോ? ഉം. എനിക്ക് അപ്പുറം അപ്പുറം ഇരിക്കുന്നവർ അനുകൂലിക്കുമോ? ഒരു ജനക്കൂട്ടം മുഴുവൻ, ഒരു നാട്ടിലെ മുഴുവൻ മനുഷ്യരും ഇത്തരം ബലികളിൽ സന്തോഷിച്ചിരുന്ന എത്രയോ സമൂഹങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് നിന്നുപോയത്? അത് ഹിംസയാണ് എന്നും അങ്ങനെയല്ല മനുഷ്യർ സന്തോഷിക്കേണ്ടത് എന്നുമുള്ള ക്രമേണ മനുഷ്യന്റെ ചിന്തയിലെ പരിഷ്കരണം കൊണ്ടാണ്. ആ രീതിയിൽ ചിന്താപരമായി പരിഷ്കരിക്കപ്പെടാൻ കേരള സമൂഹം തയ്യാറാവേണ്ടതില്ലേ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഇതൊരു അബ്സല്യൂട്ട് വാദം ഉയർത്തുകയല്ല, മറിച്ച് യഥാർത്ഥത്തിൽ ഈ മരണങ്ങൾ നമ്മൾക്ക് മുന്നിൽ തുറന്നു വെക്കുന്ന കാര്യത്താണ്. എന്തുമാതിരി മരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ചിതറിക്കിടക്കുന്ന മനുഷ്യാവയവങ്ങൾക്ക് നടുവിലാണ്, അതിന്റെ ചുടലപ്പറമ്പിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ പരിമിതമെങ്കിലും ഈ ആഘോഷവും ഈ ആചാരവും ഒക്കെ സംസാരിക്കുന്നത്. അത് ഓർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള, ഞാൻ എന്റെ മാത്രം സങ്കടമല്ല, ഈ കേരളത്തിലെ മുഴുവൻ മനുഷ്യർക്കും അത് ഓർത്തു കഴിഞ്ഞ ഒരു ഞെട്ടലില്ലേ. ഉം. തൃശ്ശൂർ പൂരത്തിൽ ഇപ്പോഴും പോയി നിൽക്കാനും സന്തോഷിക്കാനും കഴിയുന്ന മനുഷ്യരുണ്ടാവും. ഞാൻ തൃശ്ശൂർ പൂരം വളരെ സന്തോഷപൂർവ്വം വർഷങ്ങളോളം പങ്കെടുത്ത ആളാണ്. മഠത്തിലൊരു പഞ്ചവാദ്യവും എലഞ്ഞിത്തറ മേളവും ഒക്കെ ആസ്വദിക്കുന്ന ഒരാളാണ് കുടമാറ്റം. പക്ഷെ എന്താന്ന് വെച്ചാൽ എങ്ങനെ അവിടെ പോയി നിൽക്കാൻ കഴിയും? ആ വെന്ത മനുഷ്യമാംസത്തിന്റെ മണം അടിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറുകയാണ്, അതിന്റെ ഓർമ്മയായിട്ട് മാറുകയാണ് നമ്മുടെ സ്ഥലങ്ങൾ. അങ്ങനെ മനുഷ്യരെ കുരുതി കൊടുത്തുകൊണ്ടാണോ സന്തോഷിക്കേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പിന്നെ വെടിക്കെട്ടിലെ നിയമങ്ങൾ പാലിക്കുന്നതിനെ പറ്റി സംസാരിക്കുമ്പോൾ ഒരു കാര്യം കൂടി എനിക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഉം. സത്യത്തിൽ അങ്ങനെ ഒരു നിയമവും പാലിക്കപ്പെടുന്നില്ല. ഈ എല്ലാ നിയമങ്ങളും അവിടെ ബൈപ്പാസ് ചെയ്യപ്പെടുകയാണ് എന്ന് എല്ലാവർക്കും നന്നായിട്ടറിയാം. ഇപ്പൊ 90 ഡെസിബലിൽ കൂടുതലുള്ള ശബ്ദം യഥാർത്ഥത്തിൽ പാടില്ല എന്ന് ഇന്ത്യയിൽ നിയമമുണ്ട്. നിയമം കൃത്യമായിട്ടുള്ളതാണ്. 90 ഡെസിബലാണോ ഈ വെടിക്കെട്ടുകളിൽ ഉണ്ടാക്കപ്പെടുന്ന അതെ. ശബ്ദം? ഈ ശബ്ദം നമ്മൾ ചിലർക്ക് ആഘോഷമാണെന്ന് പറയുന്നുണ്ടല്ലോ. ഈ ആഘോഷത്തെ പറ്റി പറയുമ്പോൾ ഒപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ സമൂഹത്തിലെ ന്യൂനപക്ഷമായിക്കോട്ടെ, ചില മനുഷ്യർക്ക് പ്രശ്നമുണ്ടെങ്കിൽ അതിനെ പരിഗണിക്കുക എന്ന് പറയുന്നതാണല്ലോ യഥാർത്ഥത്തിൽ ഒരു ആധുനിക സമൂഹത്തിന്റെ, മനുഷ്യ സമൂഹത്തിന്റെ പ്രധാന ലക്ഷണം. ശബ്ദം പ്രശ്നമുള്ള എത്രയോ മനുഷ്യരുണ്ട്. ശബ്ദം മാനസികമായും ശാരീരികമായും പ്രശ്നം ഉണ്ടാക്കുന്ന മനുഷ്യരുണ്ട്. ഈ നാട്ടിൽ മറ്റനേകം നിലയ്ക്ക് ആരോഗ്യപരമായ പ്രതിസന്ധികളുടെ മനുഷ്യരുണ്ട് ശബ്ദം കൊണ്ട്. ഇത്തരം ആളുകളെ ഒക്കെ ഇത് ബുദ്ധിമുട്ടിക്കുന്നില്ലെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഞാനും തൃശ്ശൂരിൽ ജീവിച്ചിട്ടുള്ള ആളാണ്. തൃശ്ശൂർ എന്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. തൃശ്ശൂർ പൂരത്തിന് പോയിട്ടുള്ളതാണ്. ഈ വലിയ വെടിക്കെട്ടുകൾ നടക്കുന്ന സ്ഥലങ്ങൾ എനിക്കറിയാവുന്നതാണ്. അവിടുത്തെ മനുഷ്യർക്ക് കുറെ പേർക്ക് ബുദ്ധിമുട്ടും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ എന്താണ്, ഒരാൾക്കൂട്ട ഉന്മാദം നമ്മളെ ബാധിക്കും. അപ്പോൾ ആ ആൾക്കൂട്ടത്തിനോടൊപ്പം നിൽക്കാൻ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെ പലപ്പോഴും അത് വേണ്ടി വന്നേക്കും. പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, മനുഷ്യ ജീവനുകൾ ഈ രീതിയിൽ പൊലിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അതെ. അത്തരം ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഒറ്റ കാര്യം ഞാൻ ചൂണ്ടിക്കാണിച്ചത് അവസാനിപ്പിക്കാം. ഉം. മാധ്യമ പ്രവർത്തകരായ ആളുകളാണോ നിങ്ങൾ എല്ലാവരും? ഒരു 4-5 വർഷം മുമ്പാണ് അവിടെയുള്ള തൃശ്ശൂർ പൂരത്തിന്റെ അവിടത്തുള്ള ചില ആനകളുടെ മുകളിലുള്ള പ്രശ്നം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, ആനകളെ പീഡിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ എന്തായിരുന്നു തൃശ്ശൂരിലെ ഈ പറയുന്ന ആൾക്കാരുടെയൊക്കെ അവിടെ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ സമീപനം എന്ന് മാധ്യമപ്രവർത്തകർ കണ്ടതാണ്. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നു, ഈ മുഴുവൻ ആനകളെ സംബന്ധിച്ചും സത്യസന്ധമായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ പോയി റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ഇവർ സഹകരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ യഥാർത്ഥത്തിൽ ആനകളുടെ കാര്യത്തിൽ ഒക്കെ കേരളത്തിൽ നടക്കുന്നതിന്റെ സത്യസന്ധമായ റിപ്പോർട്ടുകൾ പുറത്തു വരാനുള്ള എന്തെങ്കിലും സാഹചര്യത്തിൽ ഇവിടെ നാട്ടിൽ നിലവിലുണ്ടോ? ഒന്നുമില്ല. ഒരുതരം ഉന്മാദം. അതായത് ഓക്കെ. ഈ വെടിക്കെട്ടുമായി ഒറ്റ കാര്യം ആലോചിച്ച് നോക്കൂ. നിങ്ങൾ വെടിക്കെട്ടിൽ എന്താണ് സന്തോഷിക്കുന്നത്? നമ്മൾ ഒരു വലിയ ഷോ നടത്തുകയാണ്, അതിനകത്ത് വർണ്ണപ്പൊലിമയുള്ള കാഴ്ചകളുണ്ട്, ഇനി അല്പം ശബ്ദവും ഉണ്ടായിക്കോട്ടെ. ആ ശബ്ദമോ വെളിച്ചമോ എന്നതിനപ്പുറം ഈ കരിമരുന്ന് പ്രയോഗം കൊണ്ട്, അതായത് അതിശക്തമായ ഡൈനാമിക്കുകൾ, വലിയ വലിയ ഈ സ്ഫോടക ശബ്ദം ഉണ്ടാക്കുന്ന സാധനങ്ങൾ ആസ്വദിക്കുന്നത് പലരും എന്താണ് എന്ന് നമുക്ക് സോഷ്യൽ മീഡിയയിലെ ഈ വെടിക്കെട്ട് പ്രേമികളുടെ പ്രതികരണം കണ്ടാൽ മനസ്സിലാവും. അതായത് അപകട സാധ്യതയാണ് ആസ്വദിക്കുന്നത്. അതായത് അത്യന്തം ഡേഞ്ചറസ് ആയ സാധ്യതയുള്ള ഒരു സ്ഥലത്തേക്ക് ആ കരിമരുന്നിന് തീ കൊടുക്കാൻ പോകുന്ന വീരനായകൻ. കാരണം അദ്ദേഹത്തിന്റെ ജീവൻ പണയം വെക്കുകയാണ്. അത് വീരനായകത്വമായിട്ടല്ല ഞാൻ കാണുന്നത്. അദ്ദേഹം ഒരു തൊഴിലാളിയാണ്. എനിക്ക് അത്തരം മനുഷ്യരോട് ഒരു വിരോധമില്ല. പക്ഷേ എന്താണ് ഈ ആസ്വാദകർ കാണുന്നത്? അതെ, ഈ അതെ. അപകട ശ്രീജിത്രൻ അതുകൊണ്ടാണ് ആ തൊഴിലാളിയെ, ആരാധിക്കുകയാണ്. ശ്രീജിത്രൻ ആ തൊഴിലാളികളെ ഇനി അവർ തൊഴിലിൻ്റെ പേരിൽ, തൊഴിൽ ചെയ്ത് കൂലി കിട്ടുന്നതിൻ്റെ പേരിൽ ഓരോ നിമിഷവും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മരണത്തെ കൈവെള്ളയിൽ വെച്ചാണ് ജോലി ചെയ്യുന്നത്. അതിന് പല കാരണങ്ങളുണ്ടാകാം. ചില ആളുകൾ വേണമെങ്കിൽ പറയും ഇവർക്ക് പോയി ജോലി ചെയ്യാതിരുന്നു കൂടെ എന്ന് ചോദിക്കുന്ന നിഷ്കളങ്കരെ നമുക്ക് ഈ സമൂഹത്തിൽ കാണാം. പക്ഷേ ഈ തൊഴിലാളികളെ ഇനി ഇത്തരം ഇടങ്ങളിലേക്ക് വിട്ട് ചാവേറുകളാകാൻ അനുവദിക്കാൻ കഴിയില്ല. നോക്കൂ, ഞാൻ ഒരു കാര്യം കൂടി, ഇപ്പോൾ തിരുവമ്പാടിക്ക് വേണ്ടി ഓർഡർ എടുത്ത് അവിടെ പടക്ക നിർമ്മാണത്തിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഇതിൻ്റെ പേരിൽ പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ വെടിക്കെട്ട് നിർമ്മാണം അല്ലെങ്കിൽ ആ പുരയ്ക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തപ്പോൾ എന്തു പുകിലായിരുന്നു. അവർക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല.
അവർക്ക് ആർക്കും അത് ഇഷ്ടപ്പെടുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ഇപ്പൊ നിങ്ങൾക്കറിയാലോ, ഈ കഴിഞ്ഞ ഇന്നത്തെ ദിവസം പോലും, ഇന്നലെ ഗവൺമെന്റിന്റെ തീരുമാനത്തെ മാനിക്കുന്നു എന്ന് പറഞ്ഞ് ഇന്നത്തെ ദിവസം പോലും ഈ ദേവസ്വം ബോർഡിലെ ഒരു പ്രതിനിധി വന്നു നിന്ന് പത്രപ്രവർത്തകരോട് അതെ. സംസാരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. ഉം. ഇപ്പൊ ഒരു നല്ല സമീപനം ഉണ്ടായതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതായത് വെടിക്കെട്ട് നടത്തുക എന്നതിനെ കുറിച്ച് ആദ്യം ദേവസ്വം ബോർഡിന്റെ ഒരു പ്രതിനിധി ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾ പറഞ്ഞതുപോലെ അല്ല അദ്ദേഹം സൂചിപ്പിച്ചത്. തൃശൂർ പൂരത്തിന് ആളുകൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് അംഗീകരിക്കാം. അതായത് ഭൂരിപക്ഷവാദം ഉന്നയിക്കുകയാണ്. അതായത് തൃശൂർ പൂരത്തിന് ആള് കൂടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കാണിക്കുന്നതെല്ലാം ശരിയാണ് എന്നർത്ഥം, അല്ലെങ്കിൽ തിരിച്ചാണെന്ന് അർത്ഥം എന്ന് വാദിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര കണ്ട് ജനാധിപത്യ വിരുദ്ധവും എത്ര കണ്ട് ഒരു ഒരു അപരിഷ്കൃതവുമായ വാദമാണ് ഈ ഉന്നയിക്കുന്നത്. ഓക്കെ. ഇതൊക്കെ ഉന്നയിക്കുന്ന ആളുകളാണ് ഇവരെല്ലാവരും. ഇതിപ്പോ ഈ ദിവസം ഞാൻ അതുകൊണ്ടാണ് സത്യസന്ധമായി തുറന്നു പറഞ്ഞത്. ഈ ദിവസം ഇന്നിത് അടങ്ങി നിൽക്കുന്നത് ഇത്തരം ഒരു ദുരന്തത്തിന് പിന്നിലുള്ള ഒരു സാഹചര്യത്തിൽ അതൊന്നും പറയാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്.